ശോഭേ, മഴയൊക്കെയാണ്. മഴയൊക്കെയാണ്. അതിന് അതിന് അല്ല, ബെഡ്റൂമിലെ ചോർച്ചയുണ്ട്, ഒരു ബക്കറ്റ് എടുത്ത് വെക്കാൻ പറഞ്ഞു. തോളെ തൂങ്ങിക്കിടക്കുന്നത് പടവലൊന്നല്ലല്ലോ, കൈ തന്നെയല്ലേ? അപ്പൊ ആ കൈ കൊണ്ട് എടുത്തിട്ടേ ആ പാത്രത്തിന്റെ അവിടെ വെക്ക് കേട്ടാ. എല്ലാത്തിനും ഞാൻ വേണം. ചത്തേനെ. മഴയാണത്രേ മഴ. ഈ മഴക്കാലം കഴിയുന്നതിന് മുമ്പ് ഒരു വെക്കേഷൻ വന്നായിരുന്നു. അപ്പൊ ഞാൻ 100 വട്ടം പറഞ്ഞതാ എനിക്ക് കൊച്ചുങ്ങളെയും കൊണ്ടൊന്ന് സിനിമയ്ക്ക് പോണോന്ന്. അത് നിങ്ങൾ കാണിച്ചോ? നിന്നെ സിനിമ കാണിക്കാടി പോർക്കെ. എന്തുവന്ന് എന്താ വിളിച്ചേ? പോർക്ക്. പോർക്ക് എന്ന് വെച്ചാ പന്നി. അപ്പൊ ഞാൻ പന്നി. അങ്ങനല്ല, പിന്നെ നീ സിനിമ കാണാൻ അല്ലേ പറഞ്ഞത്? അപ്പൊ ഞാൻ പറഞ്ഞു നിന്നെ 4K സിനിമ കൊണ്ട് കാണിക്കാന്ന് പറഞ്ഞു. അതാണോ പറഞ്ഞേ? അപ്പൊ എല്ലാം 4K ആണല്ലോ. അത് എടി 4K. മറ്റേ പോർക്ക് തന്നെയല്ലേ? 4K. നിൻ തുമ്പുക്കെ തീയിട്ട ചുരുൾ മുടിയിൽ എന്തുവാ? പിഴിയണോ? നമ്മൾ തമ്മിൽ പിരിയണോ? പിരിയണോ? അങ്ങോട്ട് മാറിക്കോ. നടക്കത്തില്ല. നല്ല മഴയും, രണ്ടെണ്ണം അടിക്കാൻ എന്താ ഒരു മാർഗം? ആർക്കെങ്കിലും ഒരു 1000 രൂപ ചോദിക്കാന്ന് വിചാരിച്ച ഇവളോട് ചോദിച്ചാൽ തരത്തില്ല. ഒന്ന് ചോദിച്ചു നോക്കാം. കെഞ്ചി ചോദിക്കാം. കെഞ്ചി ചോദിച്ചാൽ ഒട്ടും തരത്തില്ല. ആജ്ഞാപിച്ചാലോ? ശോഭേ, എടി ഒരു 1000 രൂപ എടുത്തിട്ട് പാടി. ദിനേശ, 1000 രൂപ ഇല്ല. വലിയ ആജ്ഞയും ചേരാത്തൊരു ഗൗരവവും പിടിച്ചോണ്ട് നീ ഇങ്ങോട്ട് വന്നേ. ഇങ്ങോട്ട് വന്നേ. എടി ഒരു 1000 രൂപ കൊണ്ട് താടി എനിക്ക്. എന്റെ കയ്യിൽ 1000 രൂപ ഇല്ല. ഉണങ്ങിയിട്ടില്ല. ഉണങ്ങിയിട്ടില്ല? അതപ്പൊ കഴിയിട്ടേക്കല്ലേ, അതുകൊണ്ടായിരിക്കും ഉണങ്ങാത്ത. അതല്ലെന്ന്, പൈസ ഞാൻ പ്രിന്റ് അടിച്ചു വെച്ചേക്ക. അത് ഉണങ്ങി കിട്ടിയിട്ടില്ല. എടി ഒരു 1000 രൂപ താടി ഞാൻ തരാം. ദിനേശേട്ടാ, 1000 എന്ന് പറഞ്ഞ എന്റെ കയ്യിലില്ലെന്ന്. വെളിച്ചാൻ പോകുന്ന 1000 ഉണ്ടാക്കാൻ നീ ആ അരിപ്പാട്ടല്ലേ നോക്ക്. ഹരിപ്പാട് പോയി ഞാൻ ആരോട് ചോദിക്കാൻ? അരിപ്പാട്ട് പോയി ചോദിക്കാനല്ലേ പറഞ്ഞു. നീ ഇങ്ങോട്ട് വന്നേ. അരിപ്പാട്ടയിൽ നീ കൈയിട്ട് നോക്ക്, അതിനകത്ത് പൈസ ഉണ്ടാവും. അരിപ്പാട്ടയിൽ പൈസ ഇല്ല. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ അരിപ്പാട്ടയിൽ പോയി കൈയിട്ട് നോക്ക്. അത് വേണ്ട. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ അരിപ്പാട്ടെ കൈയിട്ടപ്പോ എന്റെ കയ്യിലെന്തോ കടിച്ച്. നീ അരിപ്പാട്ടയ്ക്കകത്ത് എലിപ്പെട്ടി വെച്ചിരുന്നല്ലേ? വെച്ചിരുന്നു. കൈയിലാണ്ട നീരടിച്ച് 3 ദിവസം കൊണ്ടു നടന്നത്. അത് ഓർമ്മ വേണം. എല്ലാ ഭർത്താക്കന്മാർക്കുള്ള ഒരു പാടാ അത്. മെസ്സേജോടി കാശ് 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 എന്തോ. എനിക്ക് ഇപ്പഴാ ഓർമ്മ വന്നത്. നിങ്ങളെ കഴിഞ്ഞ ആഴ്ച ജംഗ്ഷനിൽ വെച്ച് ശാരിയെ കണ്ടായിരുന്നോ? അവളോട് സംസാരിച്ചെന്ന് എന്റെ കൂട്ടുകാരികൾ പറഞ്ഞല്ലോ. നമ്മുടെ അയലത്തുകാരിയല്ലയോ? അവളോട് കുറച്ചു നേരം സംസാരിച്ച എന്താ കുഴപ്പം? എന്തുവാ ഈ 10 മിനിറ്റ് സംസാരിക്കാൻ? എന്തോ ആലോചിക്കുന്ന? എന്തുവാ എടി 10 മിനിറ്റത്തെ കാര്യമല്ലേ, 1 മിനിറ്റ് എനിക്ക് താ ആലോചിക്കണ്ടേ? അതായത് അവളുടെ ഭർത്താവ് അവൻ ഗൾഫിലായിരുന്നല്ലോ. അതെ. അവനിപ്പോ വന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു അവന് സുഖമാണോ? അപ്പൊ അവന് സുഖമാണെങ്കിൽ എന്നാണ് പോകുന്നത്? അങ്ങനെ കുറച്ചു നേരമൊക്കെ ഇങ്ങനെ സംസാരിച്ച് അങ്ങനെ സമയം. അത് പിന്നെ അയാളോട് ചോദിച്ചാ പോരെ? എനിക്കങ്ങനെ ഇഷ്ടമല്ല. നിങ്ങളുടെ ഈ സ്വഭാവം കാരണമാണ് നമ്മുടെ മോൻ പരീക്ഷാ പേപ്പർ കൊണ്ടുവരുമ്പോ എനിക്ക് ഒന്നും മിണ്ടാൻ പറ്റാത്തത്. അത് ഇതോട്ടും തൊടി ബന്ധം. അച്ഛൻ കോഴിയായ പിന്നെ മോൻ മുട്ട വരുമ്പോ എനിക്ക് എന്തെങ്കിലും കൊണ്ട് പറയാൻ പറ്റും.